നിൽക്കാതെ അങ്ങനെ അയ്യോ ചാല് ചാടുന്ന കേട്ടോ. അയ്യോ കാലിലെന്താ കടിച്ച് പാമ്പാ തമ്പുരാനെ. ആ എടുത്തോ, എല്ലാരും കൂടെ കൂട്ടണ്ട, എൻ്റെ 2 ദോശയേ ഉള്ളൂ. എന്നാ ഫുള്ള് കാടാണ്, കാട്ടിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. പന്നിയുണ്ടോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ഇവിടുത്തെ എടുത്തിട്ടുണ്ടോ, ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും മഴ ഉണ്ടാവും. അപ്പോൾ മഴ, ഫുഡടി, കറക്കമില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ മാർക്കറ്റിൽ പോയിരുന്നു. മാർക്കറ്റ് മീൻസ് ചന്ത, അവിടെ പോയിരുന്നു. അപ്പോൾ ഇന്നതുകൊണ്ട് പുറത്തൊന്നും പോകാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ പുറത്ത് പോക്കെന്ന് പറയുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള പോക്കൊന്നുമല്ല കേട്ടോ. പെട്ടെന്നൊരു പോക്കാണ്. ഞങ്ങളിങ്ങനെ ചിലപ്പോൾ ചായ കുടിച്ചിട്ടിരിക്കുമ്പോൾ തോന്നും എന്നാൽ പിന്നെ അവിടെ പോയാലോ, അല്ലെങ്കിൽ അപ്പുറത്ത് പോയാലോ എന്ന് വിചാരിക്കും. അങ്ങനെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു 2 കൂടെ രാവിലെ എണീറ്റിരിപ്പുണ്ട്. എണീറ്റ് വന്ന അന്നേരം തന്നെ എനിക്ക് മോട്ടർ ഇടണം. രാമുവിന്റെ കാലത്തുള്ള മോട്ടറാണ്. സ്വിച്ചൊക്കെ അപ്പന്റെ പല്ല് പോലെ കൊഴിഞ്ഞു പോകാറായി. രാവിലെ കട്ടനില്ലാണ്ട് യാതൊരുവിധ പരിപാടിയും നടക്കൂല മക്കളെ. വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് മോട്ടർ നിറഞ്ഞ് കളഞ്ഞു ഗൈസ്, ഞാൻ കണ്ടില്ല. ഇവിടുത്തെ ടാങ്ക് ഇങ്ങനത്തെ ആയിട്ടോ. അതേ വലിയൊരു കലം എടുത്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ടാങ്കാണ്. ഓ, ഈ സൂര്യൻ ഇത് എവിടെ നിന്ന് വരുന്നാവോ? ഇത് കണ്ടോ, ഇത് പഴയ വീടായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇങ്ങനത്തെ ടാങ്കൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ഇവിടുത്തെ ടാങ്ക് ഇങ്ങനത്തെ ആട്ടോ, ഒരു വലിയ കലം എടുത്ത് വെച്ചിരിക്കുന്ന മാതിരിയുള്ള ടാങ്ക്. ഇത് ഒരുപാട് പഴക്കം ചെന്ന വീടാട്ടോ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇതേ അങ്ങനത്തെ ഒരു ടാങ്ക് എന്ന് തോന്നുന്നു. ആരെ പുഴുങ്ങാനുണ്ടാക്കി കലവണമെന്ന് തോന്നുന്നു. അമ്മയും അച്ഛനും രാവിലെ തന്നെ റബ്ബർ വെട്ടാൻ പോയി കേട്ടോ. ഇനി വരുമ്പോൾ ഉച്ചയാവും. അതുവരെ ഈ കുട്ടിപ്പട്ടാളങ്ങളെ നോക്കല് ഒരു ഭയങ്കര ടാസ്ക്കാണ്. ഇതിപ്പോ വീഡിയോ തെക്കോട്ടും എന്റെ സംസാരം വടക്കോട്ടും ആണെന്നല്ലേ ഒന്നും വിചാരിക്കരുത്. അന്നേരം പറഞ്ഞ കാര്യം എന്താന്ന് ഞാൻ മറന്നുപോയി. നങ്ങേലും മുത്തശ്ശി രാവിലെ തന്നെ ഉള്ളിക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്റെ പച്ചക്കറി എല്ലാം കയ്യിൽ എടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഒരു കാല് കന്യാകുമാരിയിലും മറ്റേ കാല് കാസർഗോട്ടും. ഭാവിയിലെ ഷെഫാണ് ഷെഫ്. ഇപ്പോഴേ കറിയൊക്കെ ഉണ്ടാക്കി പഠിക്കട്ടെ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു കേട്ടോ. കിളികളുടെ ശബ്ദമൊക്കെ കേട്ടോണ്ടിരുന്ന് കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നും രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും രാവിലെ എണീച്ചിട്ട് ഈ സാധനം കുടിക്കണ്ടാന്ന്, കട്ടൻ ചായ കുടിക്കണ്ടെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ നേരെ അടുപ്പിൻ്റെ മുടി പോകും. ഇനി കട്ടൻ ചായ കുടിക്കും. കട്ടൻ ചായ ഇല്ലാണ്ട് പറ്റില്ല. അത് എനിക്കും കണ്ണനും കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണന് പിന്നെ എപ്പോഴും ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നേരത്തെ ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് കട്ടൻ ചായയും വെറുതെ ഇരിക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കണം അങ്ങനെയായിരുന്നു കേട്ടോ. പാവം ഒരു കുഞ്ഞ് പൂച്ചക്കുട്ടി വന്നിപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന നോക്കിയിട്ട് പറ്റുമെങ്കിൽ കാണിച്ചില്ല. ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഓടും. ഒരു കുട്ടി പൂച്ചയാണ് കേട്ടോ. ഇന്നലെ മുതൽ വന്നു തുടങ്ങിയതാണ്. എന്നെ കണ്ടിട്ട് പതുങ്ങിയിരിക്കും കേട്ടോ. പൂച്ചേനെ വീടെടുക്കാൻ പോയപ്പോൾ പൂച്ച നൈസായിട്ട് മുങ്ങി. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിച്ചിട്ട് ഒരു വീഡിയോയ്ക്ക് ഒരു പോസ്റ്റ് ചെയ്യാത്ത വൃത്തികെട്ട പൂച്ച. ഇനി ഈ പരിസരത്ത് ഞാൻ കേട്ടിട്ടില്ല. ഉച്ചയ്ക്ക് നല്ല കോഴിക്കറി ഉണ്ട് കേട്ടോ ഫുക്രു. നമുക്ക് ഉച്ചയ്ക്ക് നല്ല കോഴിക്കറിയും കൂട്ടി ചോറ് കഴിക്കാവേ. ഉച്ചയ്ക്ക് കൊടുക്കണ്ട. കോഴിക്കറി എന്നുള്ള അശരീരി കേട്ടിട്ട് ചിലപ്പോൾ വന്നാലും. നല്ല ചിക്കൻ കാലും ചോറും. ഇന്നലെ വൈകുന്നേരം മീൻ മേടിക്കാൻ പോയിട്ട് വന്നപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ മേടിച്ചു വന്നായിരുന്നേ. എന്നാൽ പിന്നെ എല്ലാം കൂടെ അറഞ്ചം പുറഞ്ഞും വെട്ടിക്കൂട്ടിട്ടൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് മേടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ 24 മണിക്കൂർ ഇവിടെ ഉരുളക്കിഴങ്ങ് കറിയും തൃശ്ശൂർ പൂരം വെടിക്കെട്ടുമായിരിക്കും. ഇവിടെ ചെറുത് മുതൽ വലുത് വരെ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് കഴിച്ച ഗ്യാസാണ്. എന്നാലും ഞാൻ പുറത്ത് പോകുമ്പോൾ ഉരുളക്കിഴങ്ങ് മേടിക്കും. ഇത് ചെത്തിയിട്ടും തീരുന്നില്ലല്ലോ പണ്ടാരം. എണ്ണയിൽ എന്തെങ്കിലും വീഴുമ്പോൾ ഈ ശബ്ദം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചമുളകും ഇഞ്ചിയും സവാളയും ഉരുളക്കിഴങ്ങും ചിക്കൻ മസാലയും ഒക്കെ ഇട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് കറി. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ മസാല ഇട്ട കറി ഉണ്ടാക്കി എന്റെ വയറിനെ തന്നെ പറ്റിക്കാറുണ്ട് ചിക്കനാണെന്ന് പറഞ്ഞ്. രാവിലെ നല്ല മുരിഞ്ഞ ദോശ ഉരുളക്കിഴങ്ങ് കറിയും. ഞാൻ ദോശ ഉണ്ടാക്കി കഴിയാറായപ്പോൾ റബ്ബർ വെട്ടാൻ പോയ അമ്മയച്ഛനും ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ വരുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടാക്കാനുള്ള അരിയും കൂടെ മേടിച്ചിട്ടായിരുന്നു വന്നത്. ദോശയുടെ മാവ് കല്ലിൽ കോരി ഒഴിക്കുന്നവരെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. തിരിച്ചിട്ടപ്പോൾ ദോശയ്ക്ക് ഒരു കുഞ്ഞു കിങ്ങിണി മുളച്ചിരിക്കുന്നു. അയ്യേ, ദേണ്ട കണ്ടില്ലേ നല്ല ചൂട് ദോശ നടന്നു പോകുന്നത്. ചൂട് ദോശ കഴിക്കാൻ എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കയ്യിൽ വെച്ച് ആട്ടി കാണിക്കുന്ന സാധനമാണ് ഗുരുവായൂർ പപ്പടം. എണ്ണയിലോട്ട് ഇട്ടപ്പോ ഇപ്പൊ വീർത്ത് വരുമെന്ന് വിചാരിച്ചെങ്കിലും സാധനം വീർത്തൊന്നുമില്ല, ചമ്മി പോയി ഗൈസ്. പപ്പടം എണ്ണയ്ക്കകത്ത് കിട്ടപ്പോഴേ ഒരു വല്ലാത്ത സ്മെല്ല്. ഇത് ഉടനെ പൂക്കയും കാക്കയൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളില്ല, ഒരു ടേസ്റ്റില്ല.
പപ്പടവും ടേസ്റ്റോട് വന്നപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ചേട്ടൻ മൺചട്ടി വേണോന്ന് ചോദിച്ചോണ്ട് വന്നിരിക്കുന്നു. കളിമണ്ണിൽ ഉണ്ടാക്കിയ ചട്ടിയാണോ ചേട്ടൻ ചോദിച്ചപ്പോ അച്ഛൻ പറയാ ആവോളം നിന്റെ തലയിലുണ്ടല്ലോ എന്ന്. പണ്ടൊക്കെ ഇതുപോലെ പാത്രങ്ങളും കൊണ്ട് ഒരുപാട് പേര് വീട്ടിൽ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊന്നും കാണാറില്ല കേട്ടോ. വലിയ ചട്ടിക്ക് 180 ചെറിയ ചട്ടിക്ക് 130 ആയിരുന്നു വില. മണ്ണ് ഏതാ ചട്ടി ഏതാന്ന് ഒരു മണ്ണാങ്കട്ട എനിക്ക് അറിഞ്ഞൂടെങ്കിലും മൺചട്ടി കാണുമ്പോൾ സ്ഥിരം നോക്കാറുള്ള പരിപാടിയാണ് ഈ കൊട്ടി നോക്കൽ. എന്തിനാണ് കൊട്ടി നോക്കിയതെന്നെങ്ങാനും ചേട്ടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. മൺചട്ടികൾ കൊട്ടി നോക്കുന്നത് ഞങ്ങളുടെ സ്ത്രീകളുടെ ഒരു അവകാശമാണ്. 4 ചട്ടി മേടിച്ചെടുത്തപ്പോ അമ്മ ഹാപ്പി. ഇനി ഒരാഴ്ചത്തേക്ക് അമ്മയ്ക്ക് ഭക്ഷണം പോലും വേണ്ട. അങ്ങനെ മൺചട്ടി മേടിച്ച് കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പൈസയും തീർന്നു. ഇനിയിപ്പോ സന്തോഷമായിട്ട് കാപ്പി കുടിക്കാം അല്ലേ. ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ആണ് ദോശയും തേങ്ങാ ചട്നിയും ഓംലെറ്റും പപ്പടും. എല്ലാരും കൂടെ കൂട്ടണ്ട. എന്റെ 2 ദോശയേ ഉള്ളൂ. 2 ദോശ 100 കാക്കി. ചീതുകുട്ടി അമ്മ ഏൽപ്പിച്ചിട്ട് ഞാനും മോനും കൂടെ വിറവ് ഇറക്കാനായിട്ട് പോവാൻ കേട്ടോ. ആദ്യം തന്നെ ആയുധം എടുത്ത് കയ്യിൽ വെക്കാം. ഒരു കാര്യമല്ല, എന്നാലും ഇരിക്കട്ടെ. ചോറ് വെക്കാനായിട്ട് നോക്കിയപ്പോ ഒരു കഷ്ണം വിറവ് പോലും ഇരിപ്പില്ല. വെട്ടുകത്തി കൊണ്ട് പോകുന്ന കണ്ടവരിക്കും റബ്ബർ എസ്റ്റേറ്റ് ശ്രീധരൻ കിട്ടിയ വകയിലുള്ളതാണെന്ന് വിചാരിക്കുന്ന അമ്മ. ഞാൻ എവിടെ പോയാലും ഡാഗിനിയുടെ കൂടെ കുട്ടൂസ് നടക്കുന്ന പോലെ എന്റെ മോനും കൂടെ ഉണ്ടാവും കേട്ടോ. ചുറ്റും മരങ്ങൾ മാത്രമുള്ളൊരു കാട്, ഒരൊറ്റ വീട് പോലും ഇല്ല. അവിടെയാണ് ഞങ്ങൾ വിറവ് പറക്കാനായിട്ട് പോകുന്നത്. ഇവിടെ പലരും ചോദിക്കും പോലെ ആനയും കടുവൊന്നും ഇല്ല കേട്ടോ. കൊരങ്ങനും കാട്ടുപന്നിയും കുറുക്കനും എല്ലാം ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു നെല്ലിമരം ഉണ്ടേ. ഇത് പ്ലാവാണ് കേട്ടാ. ഇക്കണ്ട വവ്വാലുകളെയും പറ്റിച്ച് എന്റെ കണ്ണിനെയും പറ്റിച്ച് ഇവിടെ അങ്ങനെ ഒളിച്ചു നിൽക്കാന്ന് വിചാരിച്ചല്ലേ നെല്ലിക്ക കുട്ടാ. നെല്ലിക്ക ഇട്ട് നെല്ലിക്ക നമുക്ക് നെല്ലിക്കയും കഴിച്ച് വെച്ച് വിറവെടുക്കാൻ പോവാം. വിറവ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ ചോറ് വയ്ക്കാൻ പറ്റൂല. അണ്ണാക്കൂര അടിച്ചു പോയി. വേണോ മോനെ? പന്നിയുണ്ടോ? വവ്വാൽ അടിച്ചോണ്ട് പോയില്ലെങ്കിൽ എന്ത്? ദേണ്ട ആ പോകുന്ന ലുട്ടാപ്പി എന്റെ നെല്ലിക്ക അടിച്ചോണ്ട് പോയി. വായിലോട്ട് ഇടാൻ കോട്ടുവാ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി എന്തെടുത്താലും ഈ ചെക്ക അടിച്ചോണ്ട് പോക്കളയും. പോകുന്ന വഴിക്ക് മണ്ണെല്ലാം തുറന്നിട്ടിട്ട് വലിയൊരു മാളം കണ്ടു കേട്ടോ. ഇതിന് തുരപ്പനരിയുടെ ആണോ മുള്ളംപന്നിയുടെ ആണോ എന്ന് അറിയാൻ വയ്യ. മുള്ളംപന്നിയെങ്ങാനും അടുത്ത് ചാടി വരുവാണെങ്കിൽ മിക്കവാറും ഞാൻ ഇവിടെ മുൾക്കിരീടം ചൂടിയിരിക്കും. ഫുള്ള് കാടാണ്. കാട്ടിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഓ, വിറകുണ്ടാന്ന് നോക്കണം. വിറകില്ലെങ്കിൽ ആകെ പെടും. കാണുന്ന തോട്ടിൽ വെള്ളം കുറവാണെങ്കിലും ഒരു 5-6 മഴ പെയ്ത് കഴിഞ്ഞാൽ കുത്തി വലിച്ചാണ് വെള്ളം പോകുന്നത് കേട്ടോ. കണ്ടാ പറയില്ല. മഴ സമയത്ത് ഒരുപാട് പേര് ഈ തോട്ടിലൊന്ന് മീനൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഇനി പോവേണ്ടത് ഈ തോട് നീന്തി കടന്നാണ്. നീന്തി കടക്കാനൊന്നും മുള്ളംകല്ലി പുഴയാ. ഇനി പോകുന്ന വഴികളിലൂടെ എല്ലാം സൂക്ഷിച്ചു പോയില്ലെങ്കിൽ മിക്കവാറും വല്ല മൂർഖനോ രാജാമ്പോലൊക്കെ കാലിൽ ചുറ്റിയിരിക്കും. നാളെ ഇനി വീട് കണ്ടിട്ട് ഈ പറമ്പെല്ലാം വൃത്തിയാക്കി എന്റെ അടുത്ത് പറയരുതേ ഈ പറമ്പൊന്നും ഞങ്ങളുടെ അല്ല, വേറെ ആരുടെയോ ആണ്. എന്തായാലും വന്നില്ല. അപ്പോൾ മാങ്ങയും കൂടെ ഉണ്ടാക്കും നോക്കാന്ന് വിചാരിച്ചു. ഇവിടെ അറിയാൻ പറ്റില്ല, പാമ്പുണ്ടാവും കേട്ടോ. നമ്മൾ ഓരോ സ്റ്റെപ്പും കരുതലോട് കൂടിയാണ് വയ്ക്കുക. കാരണം മുള്ളംപന്നി ഉണ്ടാകും, പാമ്പും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മാവിന്റെ മൂട്ടിൽ വന്ന വഴിക്ക് വെറുതെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചപ്പോ ദേ ഇഷ്ടം പോലെ പഴുത്ത മാങ്ങകള്. ഞാനിവിടെ മാങ്ങ തീർന്നെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ദേ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പഴുത്ത മാങ്ങകൾ ഇങ്ങനെ വീണ് കിടക്കുമ്പോ ഓടി നടന്ന് പറക്കി കൂട്ടാൻ എനിക്ക് ഭയങ്കര ആവേശമാണ്. ആവേശം കാണിച്ച് മാങ്ങ പറക്കി കൂട്ടി മിക്കവാറും മാവിന്റെ മുതലാളി കാണുവാണെങ്കിൽ ഇവിടെ എങ്ങനെ പിടിച്ച് കെട്ടിയിരിക്കും. ഇഷ്ടം പോലെ മാങ്ങ കെട്ടി. ഇനി ഇതെല്ലാം കൂടെ എങ്ങനെ വാരി പറക്കി വീട്ടിൽ കൊണ്ടുപോകും? കവർ കൊണ്ടുവന്നില്ല മാങ്ങ കൊണ്ടുപോകാനേ. മാങ്ങ കിട്ടുമെന്ന് വിചാരിച്ചില്ല, ഇവിടെ കഴിഞ്ഞെന്നാ വിചാരിച്ചത്. അയ്യോ, നല്ല മൂർച്ചയായോണ്ട് ഒറ്റ വീട്ടിൽ തന്നെ മുറിഞ്ഞു ഗൈസ്. ഇവിടുന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ ഇതെല്ലാം. ഈ മാമ്പഴത്തിന് ഇവിടെ പറയുന്ന പേര് താളിമാങ്ങ എന്നാണ്. ഈ മാമ്പഴത്തിനൊക്കെ പേരുകൾ ഇടുന്ന ആരാണാവോ? എന്റെ അമ്മ ഇന്ന് പഴുത്ത മാങ്ങ തിന്ന് മരിക്കും ഞാൻ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ആചാരമാണ് പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന ആചാരം. പോകുന്ന വഴിക്ക് എന്ത് മാങ്ങാണ്ടി കിട്ടിയാലും അതെല്ലാം കൂടെ വാരിക്കൂട്ടി കയ്യിലുള്ള തുണിയിൽ വെച്ച് കെട്ടിയെടുക്കും. ഈ മാങ്ങയെല്ലാം കൂടെ ഞാൻ വാരിക്കൂട്ടി വെക്കുന്നത് നല്ല ഷോളിലാണ്. എന്നാ മിക്കവാറും വീട്ടിൽ പോകുമ്പോൾ അമ്മ എന്നെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കും. വരുന്ന വഴിക്ക് ഒരു കവറും കൂടെ കയ്യിൽ കരുതിരുന്നെങ്കിൽ ഈ ഒരു പാടൊന്നും ഇല്ലായിരുന്നു. കെട്ടിപ്പൂട്ടിയെടുത്ത മാങ്ങയെല്ലാം കൂടെ നാറാണത്തെ പ്രാന്തന്റെ പാണ്ടക്കെട്ട് പോലെ തൂക്കിയെടുത്ത് തോളി തട്ടാം. ഇനി ലോക്കറിൽ വെച്ചേക്കുന്ന സ്വർണം പോലെ മാങ്ങ അവിടെ സേഫ് ആയിരിക്കും. വിറക് കിട്ടിയില്ല, മാങ്ങ കിട്ടി. അയ്യോ, ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ദേ പിന്നെയും കിടക്കുന്നു മാങ്ങ. നോക്കട്ടെ, ഒരെണ്ണം കിടക്കുന്നു. എടുത്തടാ, ദേ കിടക്കുന്നു. എടുത്ത് കാണിച്ചേ. മാങ്ങ ഒത്തിരി തൊഴിഞ്ഞ് വീണോണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, എല്ലാം പഴുത്താട്ടോ വീഴുന്ന മാങ്ങ. അയ്യോ, നിങ്ങൾ വിചാരിക്കും എന്നും എന്താ മാങ്ങയും ചക്കയും മാത്രമേ ഉള്ളൂ എന്നല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ക്യാമറ ഓണാക്കി എൻ്റെ മുന്നേ അന്നേരം മാങ്ങയും ചക്കയോ. അപ്പോൾ അത് കാണിക്കാതെ അങ്ങനെ. അയ്യോ, ചാല് ചാടുന്ന കേട്ടോ. അയ്യോ, കാലിലെന്താ കടിച്ച് പാമ്പാ തമ്പുരാനെ. ഈ
ഇനി കിട്ടിയ മാങ്ങ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഉള്ള ചൂട്ടും വിറവും കമ്പും എല്ലാം കൂടെ എടുക്കുക, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ കയറ്റില്ല. ഒരു കഷ്ണം പഴം മുറിച്ചാൽ മുറിയാത്ത വെട്ടുകത്തിയും കൊണ്ടാണ് ഞാൻ വിറക് വെട്ടാൻ വേണ്ടി വന്നേക്കുന്നത്. വെട്ടി കൈ അടിക്കുന്നില്ല, സാധനം മുറിയുന്നില്ല. ഇത് കണ്ടിട്ട് എന്റെ പുന്നാര പുത്രൻ പറയാണ് വെട്ടുകത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടല്ല, അമ്മയ്ക്ക് വെട്ടാൻ അറിയാത്തോണ്ടാണെന്ന്. അത് കേട്ടപ്പോ എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓലയുടെ നട്ടലിന് ഞാൻ ചവിട്ടി അങ്ങോട്ട് പിടിച്ചു. വിറകെല്ലാം പറക്കിട്ട് വീട്ടിൽ നിന്ന് വിശപ്പ് തുടങ്ങി. പിന്നെ ഇച്ചിരി മാങ്ങ കഴിക്കാന്ന് വിചാരിച്ചു. എല്ലാം നല്ല ഒന്നാം തരമായിട്ട് പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. ഇതിനകത്ത് അങ്ങനെ പുഴുവൊന്നും കേറാറില്ലേ. പഞ്ചസാര തോറ്റു, പഞ്ചസാര ഷുഗർ പിടിച്ച് ഞാൻ തട്ടി പോകുന്നു. അതുപോലെ മധുരം. ശരിക്കും നിങ്ങളെ കൊതിപ്പിക്കാനല്ല കേട്ടോ, ഈ മാങ്ങ മാവിൽ നിന്ന് വിളഞ്ഞ് പഴുത്തോണ്ടായിരിക്കും ഭയങ്കര മധുരം. വിറകിട്ട് സന്തോഷത്തിൽ അമ്മ അടുക്കള ജോലി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ മൺകലത്തിലാണ് ചോറ് വെക്കാറുള്ളത്. അതിലുണ്ടാക്കുന്ന ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ അച്ഛന്റെ തോട്ടിയും കൊണ്ട് പറമ്പിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും അച്ഛന്റെ പുറകെ പോയി നോക്കാം, എന്തെങ്കിലും കിട്ടിയാലോ. അച്ഛന്റെ കാൽനട യാത്ര ചെന്ന് അവസാനിച്ചത് പ്ലാവിന്റെ മൂട്ടിലായിരുന്നു ഗൈസ്. ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാൻ ചക്ക അച്ഛൻ കുത്തിത്തള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ചക്കയും കൊണ്ട് നേരെ വീട്ടിലേക്ക്. ഈ പറമ്പിലൊക്കെ നിൽക്കുന്ന പ്ലാവും മാവൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കുറെ വീട്ടുകാർ ആകെപ്പാടെ പട്ടിണിയിടം ചത്തനെ. പാവപ്പെട്ട വവ്വാലുകൾക്ക് ഒരു മാസം ഭക്ഷിക്കാനുള്ള ചക്കയാണ് എന്റെ അച്ഛൻ ബാഹുബലി ആ തോളിൽ വെച്ചോണ്ട് പോയത്. വീട്ടിൽ ചെന്ന ഉടനെ ബാഹുബലിയായ അച്ഛൻ കട്ടപ്പയായിട്ട് മാറി. കത്തിയെടുത്ത് ചക്കയുടെ പള്ള നോക്കി ഒരു ഒറ്റ വെട്ട്. ആവൻ ചക്ക ഒന്നും മിണ്ടാതെ 2 കഷ്ണമായിട്ട് അപ്പുറം ഇപ്പുറം മാറിക്കിടന്നു. ഇനി അടുത്തത് ചക്ക നന്നാക്കൽ പരിപാടിയാണ്. വീട്ടിലുള്ള ചെറുത് മുതൽ വലുത് വരെ എല്ലാവരും ഉണ്ടാവും ചക്ക നന്നാക്കാൻ. അച്ഛനാണ് ഇതിന്റെ മെയിൻ ആശാൻ. ഇവിടെ ഒരാൾ പച്ചച്ചക്ക ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ട് വയറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നിരിപ്പുണ്ട്. ഈ മിഷന് പിന്നെ ചക്കയും മാങ്ങയൊന്നും ചവച്ചരച്ചാലും പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാറില്ല. നമ്മളൊരു വർഷം കേക്ക് ഉണ്ടാക്കി കൊടുത്ത ചവയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അച്ഛൻ പച്ചച്ചക്ക കടവും പോണെന്ന് പറഞ്ഞ് കടിച്ചിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ റേഷനരി ചോറ് വെന്ത് നല്ല പാകമായിട്ടുണ്ട്. പായസം കരുന്ന കൊള്ളാം. രാവിലത്തെ കാപ്പി ഉണ്ടാക്കൽ പരിപാടി എന്റേതും ഉച്ചത്തെ ചോറ് വെക്കൽ പരിപാടി അമ്മയുടേതുമാണ് കേട്ടോ. ചോറ് വാർത്ത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ സ്പെഷ്യൽ ചക്ക കൂട്ടാനുണ്ട്. നല്ല തേങ്ങയും കറിവേപ്പിലയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ചക്ക നന്നായിട്ട് ഉടച്ചെടുക്കും. അല്ല, ഒന്നാം തരം കാന്താരി കൂടെ പൊട്ടിച്ചിടും കേട്ടോ എരിവിന്. അമ്മ ഉണ്ടാക്കുന്ന കറികൾക്ക് എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ദേ അടുത്ത ഐറ്റം കണ്ടില്ലേ, അടുപ്പത്തിരുന്ന് നല്ല ഒന്നാം തരമായിട്ട് തിളയ്ക്കുന്നത്. നല്ല മാങ്ങയും മുരിങ്ങയും ഉടങ്ങല്ലി മുളകൊക്കെ ഇട്ട് നല്ല ഒന്നാം തരം അയലക്കറി, കൂടെ നല്ല കിണ്ണം കാച്ചിയ മാമ്പഴ പുളിശ്ശേരിയും. പോരെ എളിയതൊക്കെ. അമ്മയുടെ പാചക പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ ശീതൂട്ടി എടുത്ത നേരത്തിന് ഞാൻ നടന്നു നോക്കാനായിട്ട് പോയി. ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് കഴിക്കാറില്ല കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴാണ് ഞാൻ ചോറ് കഴിക്കാറ്. സാധാരണ ഇവിടുത്തെ നടന്നു നോക്കൽ പരിപാടിയെല്ലാം അമ്മയാണ് ചെയ്യാറുള്ളത്. ഇന്ന് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തേ ഉള്ളൂ. ഈ സത്യം ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാളെ വീഡിയോ കാണുമ്പോൾ അമ്മ എന്നെ ഒലക്കി കടിക്കും. ഇനി അടുത്ത പരിപാടിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി, കുളി. ഈ കുളി നനയൊക്കെ ആരാണെന്ന് കണ്ടുപിടിച്ചത്? ഒരാവശ്യമില്ലായിരുന്നു. എന്റെ വീട്ടിലെ ജോലി അടുത്ത വീട്ടിലെ ജോലി വളരെ എളുപ്പത്തിൽ ചെയ്യാം. എന്നാൽ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് എന്റെ പൊന്നോ ഒരു വല്ലാത്തൊരു ജോലി. ഈ പിള്ളേരുടെ വായെല്ലാം ചില സമയത്ത് ഗോദ്രജിന്റെ പൂട്ടിട്ടാണോ പൂട്ടി വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും വാർക്കൂല. ഈ പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യം നല്ല നല്ല വാർക്കപ്പണിക്കും പോകുന്നതാണ്. ഈ പഞ്ചായത്തിലും അടുത്ത പഞ്ചായത്തിലും പട്ടിയുടെയും പൂച്ചയുടെയും കാക്കയുടെയും കണക്കും എടുത്ത് അവരുടെ കഥയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂളം കഴിച്ചു. ഓന് പിന്നെ മീനോ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേണ്ട ഇതുപോലുള്ള എക്സ്പ്രഷൻ വാരി വിതറിക്കൊണ്ട് അവ ഇരുന്ന് കഴിച്ചോളൂ. ഇതിന് മാത്രം എക്സ്പ്രഷൻ അവരുടെ ഈ ശരീരത്തിൽ എവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നോ ആവോ. വൈകുന്നേരം 5 മണിയായപ്പോൾ നല്ല ചക്ക വേവിച്ചതും മാമ്പഴ പുളിശ്ശേരിയും അയല മീന് കറിയും കൂടെ ചേർത്തിട്ട് പൂജ നടത്താന്ന് വിചാരിച്ചു. അതെന്തോന്ന് പൂജ എന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ആ പൂജയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിവതും പുറത്തിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. ഇവിടെ ആകുമ്പോൾ കിളികളുടെ കളകളാരവും അത് തന്നെ, അതും കേട്ടോണ്ടിരുന്ന് കഴിക്കാം. പിന്നെ ബാക്കി വരുന്ന ചോറ് പാവം കാക്കയ്ക്കും പൂച്ചയ്ക്കൊക്കെ അന്നദാനം നടത്താം. വീട്ടിൽ സ്ഥിരമായിട്ട് നിലവിളക്ക് കത്തിക്കാറുള്ളത് അമ്മയാണ്. ആ പരിപാടിയാണ് ദേണ്ട ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിളക്ക് കത്തിക്കുമ്പോൾ ഈ സൈഡിൽ ശിവനും പാർവതിയും കൃഷ്ണനും മുരുകനും അവരുടെ ഒരു ടീമും, ഇനി എവരുടെ എല്ലാം നേരെ ഓപ്പോസിറ്റ് സൈഡില് മെഴുതിരി കത്തിക്കുമ്പോൾ മാതാവും യേശുവും മറ്റുള്ളവരും. ഞങ്ങൾ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ എന്ന് ചോദിച്ചവരോട്, അതായത് രമണ, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ഒറ്റ കെട്ടാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് വിളക്ക് കത്തിക്കുമ്പോൾ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം തുള്ളല്. മുടി ഉണ്ടായിരുന്നെങ്കിൽ മുടിയാട്ടോന്നെങ്കിലും പറയായിരുന്നു. ഇതിനിപ്പോ ഏതാട്ടോന്ന് പറയും. ദൈവത്തിന്റെ ഇങ്ങോട്ട് അനുഗ്രഹം വായിക്കാനെന്ന് അവൾക്ക് പോയി. അവളിത് അങ്ങോട്ട് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ചെയ്തുകൂട്ടി ഓടി നടന്ന് പ്രാർത്ഥിക്കുകയാണ് ഗൈസ്. ഉച്ചയ്ക്ക് വൈകി ചോറ് കഴിച്ചുകൊണ്ട് ഞാൻ രാത്രി ചോറൊന്നും കഴിക്കാറില്ല കേട്ടോ. ഒരു 7 മണിയാകുമ്പോൾ അമ്മ ചായ ഇട്ടു തന്നു. പിന്നെ അതാണ് ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം. അല്ലെങ്കിൽ ഈ ഒരു തൊട്ടിയിൽ ചായ കുടിച്ച എവിടെ നിന്ന് വിശക്കാനാണ്. രാവിലെ 6 മണിക്ക് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. ഇപ്പൊ രാത്രി ഏറെ വൈകി. അപ്പൊ നമ്മുടെ കുഞ്ഞ് ഡെയിൻമേൽ ലൈഫ് ഇവിടെ തീർന്നു കേട്ടോ. രാത്രി ആയിപ്പോ ഇപ്പോൾ ഒരു 9 മണി ആയിട്ടോ ഇവിടെ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ, അതാണ് കാര്യം. പിന്നെ എൻ്റെ ശബ്ദം, ഉച്ചയ്ക്കൊന്ന് മാങ്ങാ ജ്യൂസ് കുടിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ തൊണ്ടയുടെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. തൊണ്ട അടഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എഡിറ്റ് ചെയ്ത് എത്തുമ്പോൾ മിക്കവാറും ഈ ശബ്ദത്തിലായിരിക്കും കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ശബ്ദം എല്ലാവർക്കും അറിയില്ല, നമ്മുടെ ഇന്ത്യ പാക് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്നെങ്കിലും രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ പട്ടാളം, നമ്മുടെ ചുണക്കുട്ടികൾ നമ്മുടെ അതിർത്തിയിലുള്ളതുകൊണ്ടും
അവർ നമ്മുടെ ഇന്ത്യയെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്ര സന്തോഷമായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് എന്ത് പറയാനാണ്, അവർക്ക് ആർക്കും ഒരു ആപത്തും വരുത്തരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം കേട്ടോ. മിക്ക ആൾക്കാരും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നു. ആ ബെല്ല് ഐക്കൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റ കുത്ത്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.